അള്ളാഹുവിന് തൃപ്തിയുള്ള ഭക്ഷണം, വയുതയ്യിബുൻ നക്ഹ മനുഷ്യന്റെ വാസനകൾ നന്നാക്കുന്ന ഭക്ഷണം, വയുദ്ഹിബുൽ ബൽഗമ മനുഷ്യന്റെ കഫത്തിന്റെ അസുഖങ്ങൾ ഇല്ലാതെയാക്കുന്ന ഭക്ഷണം, വയുസഫിൽ ലൗന തൊലിക്ക് നല്ല തെളിച്ചം നൽകുന്ന ഭക്ഷണം, കുലൂ നിഅമത്തുആമി അസ്സബീബ് നല്ല ഭക്ഷണമാണ് മുന്തിരി, ബിസ്മില്ലാഹി കുലൂ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് ഭക്ഷിച്ചോളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്ക് ഗുണങ്ങളുണ്ട്, എന്നാ പിന്നെ ചോറ് ഒഴിവാക്കി മുന്തിരി തിന്നാലോ എന്ന് തോന്നുന്നുണ്ടല്ലേ? ഖുർആനിൽ പറഞ്ഞ ഈ പഴങ്ങളൊക്കെ കഴിക്കണം എന്നാ. ഒന്ന് ഈത്തപ്പഴം, വീട്ടിൽ ഈത്തപ്പഴം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവരുത്. ഇവിടൊക്കെ പറ്റൂ, നാട്ടിലപ്പം പറ്റില്ല എന്ന് വരും. ഇവിടെ നിന്നൊക്കെ റൂമിൽ എന്ത് ചെയ്യാ, ഒരൽപ്പം ഈത്തപ്പഴം ഉണ്ടായിരിക്കും, സബീബ് ഉണക്കമുന്തിരി. നമ്മളെ നാട്ടിലെ വിഷടിച്ച് കൊണ്ടുവരുന്ന മുന്തിരിനെ പറ്റിയല്ലേ ഈ പറഞ്ഞ ഹദീസ്.